ആമേൻ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് ആമേൻ സ്തോത്രം ആമേൻ ശ്രദ്ധിക്കാം. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആമേൻ ശ്രദ്ധയെ യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ 19ഉം 20ഉം വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ് നാം വായിച്ചത്. ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്ന അടുത്ത കാര്യം, അത് എപ്പോൾ എന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പോഴാണ് ആമേ എന്നാണ് അതിൻ്റെ മറുപടി. എപ്പോഴാണ് ഒരു ന്യൂ ബിഗിനിങ് എൻ്റെ ജീവിതത്തിൽ എന്നാരെങ്കിലും ഈ പകൽ, ഈ നവംബർ മാസം 5-ാം തീയതി, കർത്താവ് എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോവുകയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെ അങ്ങ് പോവുകയാണ്, എൻ്റെ ആത്മീക മേഖല ഇങ്ങനെ അങ്ങ് പോവുകയാണ്, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു, എന്നാൽ എപ്പോഴാണ്, എങ്ങനെയാണ് ആമേ, എന്താണ് എൻ്റെ ജീവിതം, എങ്ങോട്ടാണ് ഇതിൻ്റെ ആമേ ഒരു പര്യവസാനം എന്നൊക്കെയുള്ള ആകുലതകൾക്കകത്താണ് ആമേ നിങ്ങളെങ്കിൽ. ഒരു പക്ഷേ ഈ വർഷം തീരാൻ പോവുകയാണല്ലോ, നവംബറിലേക്ക് ഞങ്ങൾ എത്തിയല്ലോ, എന്തായി തീരും ഇനി കാര്യങ്ങൾ ആമേ എന്ന് ഭാരപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എ ന്യൂ ബിഗിനിങ്, I am going to be start a new beginning in your life. ദൈവമേ, അത് എപ്പോൾ? ഒരുപാട് നാളായിട്ട് ഞാനത് കേൾക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ആമേ നിങ്ങൾ ആമേ ചോദിക്കുന്നതെങ്കിൽ, അതെപ്പോൾ എന്നാണെങ്കിൽ കർത്താവ് പറയുന്നത് ഇപ്പോൾ ഇന്നു മുതൽ, അല്ലെങ്കിൽ ഈ ക്ഷണം ആമേ ചില പുതിയത് വഴിത്തിരിവുകൾ, ചില പുതിയ ആമേ ഡൈമെൻഷനിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ചില അടഞ്ഞത് ആമേ തുറന്നു വരുന്നത് പോലെ, ചില ആമേ കല്ലുകൾ ഉരുണ്ടു മാറുന്നത് പോലെ, ആമേ അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ, ആമേ ചില ദൈവപ്രവൃത്തികൾ ആഴത്തിൽ ഇപ്പോൾ മുതൽ ഈ നവംബർ 5 എന്ന ദിവസം ചില പുതിയ ന്യൂ ബിഗിനിങ്ങുകൾ ആമേ ആരംഭിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളത് അറിയുന്നില്ലയോ? നിനക്കത് അറിയത്തില്ലയോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ ഉയർപ്പിപ്പാൻ കഴിവുള്ളവനുമല്ലേ ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ? എനിക്ക് ക്ഷണനേരം പോരെ അത്ഭുതങ്ങളെ ചെയ്യാൻ, ആമേ രേഖകളെ തിരുത്തി എഴുതാൻ, ആമേ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ തിരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അടയപ്പെട്ട വാതിലിനെ തുറക്കാൻ എൻ്റെ ദൈവത്തിന് ക്ഷണനിമിഷം പോരെ? ആമേൻ സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്യുന്ന ആമേ ആധിപത്യം കയ്യിലുള്ള, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ നമ്മുടെ ദൈവം ഇന്ന് പകൽ ഈ വചനത്തെ വിശ്വസിക്കുക. അവൻ ചില പുതിയത് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. എപ്പോഴെന്ന് ചോദിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, ഇപ്പോൾ മുതൽ. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഇന്ന് മുതൽ. എപ്പോൾ നാം വിശ്വസിച്ചത്, ഏറ്റെടുത്തതിന് ആമേൻ പറയാൻ തയ്യാറാണോ, അപ്പോൾ മുതൽ ചില പുതിയത് കർത്താവ് ചെയ്യുക. ആമേ സന്തോഷത്തോടെ ആമേ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത്. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. 2 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 1 വഴി, 2 നദി. ആമേൻ സ്തോത്രം. ആമേൻ. അത് ഉണ്ടാക്കുന്നത് എവിടെയാണ്? മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തുമാണ്. മരുഭൂമി നമുക്കറിയാം, മരുഭൂമിയിൽ പ്രത്യേകിച്ച് വലിയ വഴികളോ, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വലിയ നദികളോ ഒന്നുമില്ല. അതൊരു ട്രൈ ആണ്, അതൊരു തരിശു പോലെയാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒരുപക്ഷെ നാം ഒന്ന് നോക്കിയാൽ, മറ്റുള്ളവർ നോക്കിയാൽ, നമ്മൾ ചിലപ്പോൾ നിർജ്ജന പ്രദേശം പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത, വലിയ പച്ചിപ്പില്ലാത്ത, വലിയ പുഷ്ടിയൊന്നുമില്ലാത്ത, ആമേൻ സ്തോത്രം, നല്ല കളർഫുൾ അല്ല എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ചായവും നിറവും ഒക്കെ മങ്ങിപ്പോയ, ബ്യൂട്ടിഫുൾ അല്ലാത്ത, കളർഫുൾ അല്ലാത്ത, വലിയ പൂക്കളൊന്നുമില്ലാത്ത ഒരു മരുഭൂമിയുടെ, ഒരു വരൾച്ചയുടെ ആമേ അവസ്ഥക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ആമേൻ ദൂത് പറയുകയാണ്. ചില പുതിയ ആരംഭങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് ചെയ്യാൻ പോവുകയാണ്. ആമേ നിങ്ങളുടെ ജോലി മേഖലയ്ക്കകത്ത് ചെയ്യാൻ പോവുകയാണ്. വരൾച്ചയാണ്, നിർജ്ജനമാണ് എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ചില പുതിയ വഴികൾ, രണ്ട് സ്തോത്രം നദികൾ, പാതയും നദിയും മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത് ദൈവം ചെയ്യും. അടുത്തത് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്. ആർക്കു വേണ്ടിയാ ഇതൊക്കെ ദൈവം ചെയ്യുന്നതെന്ന് അറിയാമോ? ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ് ഞാൻ പുതിയ ബിഗിനിങ്? ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ അത് സംഭവിക്കുന്നത്? മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത് ഞാൻ പാതയും നദിയും ഉണ്ടാക്കുന്ന ആർക്കു വേണ്ടിയാണ്? 20-ാം വാക്യം പറയുന്നു, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിനു വേണ്ടിയാണ്. അവിടെ പറയുന്നത് കേട്ടോ, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ദൈവം ഈ പുതിയ ബിഗിനിങ്, ഈ പുതിയ ദൈവപ്രവൃത്തി? ആർക്കു വേണ്ടിയാണ് മരുഭൂമിയിൽ വഴി? ആർക്കു വേണ്ടിയാണ് നിർജ്ജന പ്രദേശത്ത് നദിയൊക്കെ ദൈവം ഒരുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ്? അവിടെ പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് വേണ്ടിയാണ്. എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട എ ചൂസൺ ജനറേഷൻ ആണ്? പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിലേക്ക് വന്നാൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നാമോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്തോത്രം ഗണമാണ് നാം. അവന്റെ സ്തോത്രം തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് നാം. രാജകീയ പുരോഹിത വർഗമാണ്, ഒരു ജാതിയും വിശുദ്ധ വംശവുമാണ്, സ്വന്തം ജനമാണ്. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എത്ര പേർ വിളിച്ചു പറയും, ലോകത്തിൽ അനേകർ ഉണ്ടായിരിക്കെ കൃപയാൽ സ്തോത്രം അവൻ തെരഞ്ഞെടുത്തതാണ് ഞാൻ. സ്തോത്രം അവൻ തെരഞ്ഞെടുത്ത മകനും മകളുമായി അപ്പച്ചന്റെ നന്മകളെ അനുഭവിപ്പാൻ എന്നെ തെരഞ്ഞെടുത്തതാണ് എന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. യേശു കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഈ പകൽ ഈ വചനം നിങ്ങളുടെ അരയെ മുറുക്കണോ? ഈ വചനത്തെ നിങ്ങൾ ആഴമായി വിശ്വസിക്കണോ? ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല. ഞാൻ ഒരു പാരമ്പര്യ പശ്ചാത്തലത്തിനകത്ത് എങ്ങനെയൊക്കെയോ എൻ്റെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ എന്നെ തേടി വന്ന് എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ ദൈവം ചില പുതിയ ആരംഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ മരുഭൂമികൾക്കകത്ത് നദിയൊരുക്കി, എൻ്റെ നിർജ്ജന പ്രദേശങ്ങൾക്കകത്ത് പുതിയ പാതയെ വെട്ടിയൊരുക്കി എന്നെ നടത്തുമെന്ന് ഉറപ്പുള്ളവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ നവംബർ മാസം ചില പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുക, ഈ നവംബർ മാസം ചില പുതിയ ആരംഭങ്ങൾ ഉണ്ടാകുക. ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിന് കുടിക്കാൻ വിശ്വസിച്ചോ? ചില പുതിയ ഉറവകൾ നിനക്കും നിന്റെ തലമുറയ്ക്കും കുടിക്കത്തക്ക രീതിയിൽ മരുഭൂമിയിൽ അലയുന്ന ഹാഗാറേ ദൈവം അവളോട് പറയുകയാണ്, മരുഭൂമിയിൽ സാധ്യതയില്ലാത്തടത്ത് നിനക്കും നിന്റെ തലമുറയ്ക്കും കുടിക്കേണ്ടതിന് ഞാൻ ചില ഉറവകളെ, ഞാൻ ചില നദികളെ ഒഴുക്കുന്ന ദൈവമാണ്. ഈ പകൽ വിശ്വസിച്ചോ? അവൻ തെരഞ്ഞെടുത്ത ജനമാണ് നമ്മളെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ചില പുതിയ ആരംഭങ്ങൾ അവൻ സൃഷ്ടിക്കൂ. അത് എപ്പോഴെന്നാണെങ്കിൽ ഇപ്പോൾ, ഇന്നു മുതൽ, ഇപ്പോൾ, ഈ ക്ഷണം അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. മരുഭൂമിക്കകത്ത് ചില പുതിയ ഉറവകൾ തുറന്നു വരുന്നത് പോലെ, ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിക്കകത്ത്, ബെർഷേബ മരുഭൂമിക്കകത്ത് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഹാഗാറിന് അവളുടെ തലമുറയ്ക്ക് വേണ്ടി ഉറവ തുറന്നു വന്നതുപോലെ, നദി തുറന്നു വന്നതുപോലെ ചില പുതിയത് നിന്റെ ജനത്തിന്റെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിന് കുടിക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ അവൻ്റെ ജനമാണ്, അവൻ തെരഞ്ഞെടുത്തതാണ് എന്നെ. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തെരഞ്ഞെടുത്ത ജനവും
ഭാഗ്യമുള്ളതെന്ന. ഹല്ലേലൂയ. ആമേ. യഹോവ ദൈവമായിരിക്കുന്ന ആമേ ജാതി അവൻ തെരഞ്ഞെടുത്ത ജനം, നമ്മളെ അവൻ തെരഞ്ഞെടുത്തതാ. നമ്മള് ആമേ ദാഹിച്ച് വരണ്ട് മരുഭൂമിയിൽ അയ്യോ ആമേ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ നമ്മൾ ക്ഷീണിച്ച് നമുക്ക് വെള്ളം കിട്ടാതെ നമ്മൾ മരുഭൂമി പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ നീ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ പട്ടുപോകാനായിരുന്നെങ്കിൽ മിസ്രൈമിന്റെ ഇരുമ്പൊലക്കകത്തു നിന്നോ ആമേ ദൈവം നിന്നെ പുറപ്പെടുവിക്കത്തില്ലായിരുന്നു. അവൻ പുറപ്പെടുവിച്ച് ചെങ്കടലിനെ വറ്റിച്ചു കൊണ്ടുവന്നത് മരുഭൂമിയിൽ ആമേൻ സ്തോത്രം നിനക്ക് വെള്ളം കിട്ടാതെ നീ അവിടെ കുഴഞ്ഞു വീണ് മരിക്കാനല്ല. ആമേ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. തന്റെ ജനമായ ഇസ്രായേലിന് മരുഭൂമിയിൽ തീക്കൽ പാറയ്ക്കകത്ത് നിന്ന്, സാധ്യതയില്ലാത്ത ഇടത്ത് തീക്കൽ പാറയ്ക്കകത്ത് നിന്ന് ആമേൻ നദിയെ ഒഴുക്കിയവൻ. ദൈവം ചോദിക്കുന്നത് നിനക്കത് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം. ആമേൻ സ്തോത്രം. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. താൻ തെരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി കണ്ടോ, തെരഞ്ഞെടുത്ത ആമേൻ സ്തോത്ര ഹാഗാർ, ആമേ താൻ തെരഞ്ഞെടുത്ത തന്റെ ഇസ്രായേൽ മക്കൾ, തന്റെ ജനത്തിനു വേണ്ടി ദൈവം ആമേ മരുഭൂമിയിൽ ഉറവകളെ തുറക്കുന്നത് കണ്ടോ. ഇന്ന് പകൽ പറ, ഞാൻ അവൻ തെരഞ്ഞെടുത്ത ജനമാണ്. ആമേ അവന്റെ ചൂസൺ ജനറേഷനാണ് ഞാൻ അവന്റെ അഭിഷക്തനാണ്. ഞാൻ അവന്റെ ആമേ മകനാണ്, മകളാണ്. ഞാൻ അവന്റെ മണവാട്ടിയാണ്. അവൻ തെരഞ്ഞെടുത്ത് അവന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി അവന്റെ ആമേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചിരിക്കുകയാണ്. അവൻ തെരഞ്ഞെടുത്തതാണ് എന്നെ. അവൻ തെരഞ്ഞെടുത്തതായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ സാധ്യതയില്ലാത്തടത്ത് അവൻ ഉറവകളെ തുറക്കും. എനിക്ക് വേണ്ടി സാധ്യതയില്ലാത്തടത്ത് അവൻ പാതയെ, വഴിയെ വെട്ടും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ ആമേൻ സഹോദരൻ പ്രാർത്ഥിക്കുക. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നേ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം. യെസ്. Amen. Yes, Lord, we are your people chosen by you, Lord. Yes, amen. Job chapter 38 verse 25 ആമേ തൊട്ട് 25-ാം വാക്യം തൊട്ട് ഒന്ന് വായിച്ച്. ഇയ്യോബിന്റെ പുസ്തകം 38-25 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാര്? മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാര്? ഈ വചനം ആമേ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരിടത്ത് പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ മരുഭൂമിയിൽ ആമേ നദികളെ, നിർജ്ജന പ്രദേശത്ത് പാതകളെ ഒരുക്കും. ഞാൻ പുതിയതൊന്ന് ചെയ്യും, ഇപ്പോൾ അത് ഉത്ഭവിക്കും, നീ അത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് അടുത്തത് പറയുക, ഈ ആമേ ഉറവയെ കൊണ്ടുവരാൻ, ഈ നദിയെ പുറപ്പെടുവിക്കാൻ, ഈ പാതയൊക്കെ ആമേ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരുവൻ ആര് എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ആമേ വിളിച്ചു പറയുക. നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിപ്പിക്കേണ്ടതിന്. ഇന്ന് വിശ്വസിച്ചോ, ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിൽ ആമേ നിർജ്ജന പ്രദേശത്ത് മഴ പെയ്താൽ നമുക്കറിയാം, മഴ പെയ്താൽ ഇടയ്ക്ക് വെച്ച് അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. മഴ പെയ്തോ അത് ഭൂമിയെ നനയ്ക്കും. ഭൂമി നനഞ്ഞോ ഭൂമിക്കകത്ത് നിന്നും ചില പുതിയ മുളകൾ, സസ്യങ്ങൾ പുറത്തു വരും. ഇത് വാസ്തവമാണ്. ഇത് ആമേൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണെങ്കിൽ ഇവിടെ വചനം പറയുന്നു, നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിപ്പിക്കേണ്ടതിന്. അതെ, ഇന്ന് ചിലരുടെ മേൽ ഈ വചന മഴ പോലെ പെയ്യാൻ പോവുകയാണ്. ചിലരുടെ മേൽ ഈ വചനം മഴ പോലെ പെയ്തിറങ്ങാൻ പോവുകയാണ്. ചിലരുടെ മരുഭൂമിക്കകത്ത് മഴ പെയ്യിപ്പിക്കാൻ പോവുകയാണ്. അവൻ തെരഞ്ഞെടുത്ത ജനമാണ്.
നമ്മളെങ്കിൽ, അവൻ തെരഞ്ഞെടുത്ത ജനമാണ് നമ്മളെങ്കിൽ, ആമേ, നമ്മളെ നനയ്ക്കേണ്ടതിന്, നമ്മളെ ഫലപുഷ്ടമുള്ളതാക്കി തീർക്കേണ്ടതിന്, ആമേ, ചില പുതിയ നന്മകൾ നമ്മളിൽ കിളിപ്പിക്കേണ്ടതിന്, എന്റെയും നിങ്ങളുടെയും നിർജ്ജന പ്രദേശത്ത്, എന്റെയും നിങ്ങളുടെയും മരുഭൂമിക്കകത്ത് മഴ പെയ്യിപ്പിക്കുന്ന ഒരു ദൈവം. നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിപ്പിക്കേണ്ടതിനും, തരിശും ശൂന്യവും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇന്ന് ആയിരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും തരിശും പാഴും ശൂന്യവുമായിട്ടായിരിക്കുന്നുണ്ടോ? തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും, അടുത്തത് നിങ്ങൾ കണ്ടോ, ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും. എല്ലാവരും ഒന്ന് പറയാം, ഇളം പുല്ല് മുളപ്പിക്കും. ഇതൊരു പുതിയ ബിഗിനിങ്ങാ. ഇളം പുല്ല് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ നാമ്പ അല്ലേ? ഇതെന്നെ കേൾക്കുന്നവർ ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആമേ, ചില പുതിയ നാമ്പുകൾ, ഇളം പുല്ല് നിന്റെ കുടുംബത്തിൽ, നിന്റെ ആമേ തലമുറയുടെ വിഷയത്തിൽ എൻ്റെ ദൈവം അത് അത്ഭുതം ചെയ്യാൻ പോവുക. നിന്റെ നിർജ്ജന പ്രദേശത്ത്, തരിശു ഭൂമിക്കകത്ത് മഴ പെയ്യിപ്പിച്ച്, ആമേ, ചില പുതിയ ഇളം പുല്ലുകളെ മുളപ്പിക്കുന്ന ദൈവ പ്രവൃത്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വന്ദനാദ കാരഘടക രഗനഘടക കെട്ടിവെച്ചു വാതല റുഹന മൗഡ റഹസ്യസ്തിയാല. യേശുവിന്റെ നാമത്തിൽ ചില ആമേ അന്യായ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. ചിലരുടെ മരുഭൂമിക്കകത്ത് മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ. തരിശും നിർജ്ജനവുമായ ഇടത്ത് ആമേനാമേ ദൈവത്തിന്റെ മഹത്വം ആമേനാമേ ഇടിച്ചിറങ്ങട്ടെ. തൻ്റെ ജനത്തിനു വേണ്ടി മഴ പെയ്യിപ്പിക്കുന്ന ദൈവം, ഉറവയെ തുറക്കുന്ന ദൈവം, പാത വെട്ടുന്ന ദൈവം. തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും, ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും, ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാര്? സ്തോത്രം. ആ വചനം ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ നിർത്തട്ടെ. ഇടിമിന്നലിന് പാത വെട്ടിക്കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. ജലപ്രവാഹത്തിനൊരു ചാലും ഈ എങ്ങോട്ടാ നമുക്കറിയാം. ഒരു ചാല് വെട്ടിയാൽ സ്തോത്രം, ആ ചാലിനകത്തൂടെ വെള്ളം എത്തേണ്ട ഇടത്തോട്ട് എത്തുക. ഇന്ന് പകൽ ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളൊരു ചാല് വെട്ടുക. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങുക, നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങുക. ഇന്ന് എവിടേക്കാ ഇത് ഒഴുകണ്ടെന്ന് ദൈവത്തിനറിയാം. ദൈവം ചാല് വെട്ടുക. ഇന്ന് ചില സഭകൾക്കകത്തേക്ക് ചില ദേശത്തിന്റെ ശൂന്യത, ചില ദേശത്തിന്റെ നിർജീവത്വം, ചില ദേശത്തിന്റെ മരുഭൂമിയുടെ അവസ്ഥ, ചില കുടുംബത്തിന്റെ മരുഭൂമിയുടെ അവസ്ഥ മാറേണ്ടതിന് ഒരു ചാല് വെട്ടുകയെന്ന് ഈ വചനത്തിനകത്തൂടെ നദി ഒഴുകി വരിക. ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഒരു നദി, നിന്നെ സന്തോഷിപ്പിക്കുന്ന നദി. ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കോ. എത്ര മരുഭൂമി എന്ന് പറഞ്ഞാലോ അതിനകത്ത് അത്ഭുതം സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു ചാല് ഈ വചനത്തിനകത്തൂടെ ദൈവം വെട്ടുക. ഇളം പുല്ല് മുളപ്പിക്കേണ്ടതിനും, ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാര്? അതായത് തൻ്റെ ജനം, താൻ തെരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് കുടിക്കാൻ ദൈവം എന്ത് ചെയ്യുമെന്നറിയാവോ? ഇടിമിന്നലിനെ ഉണ്ടാക്കും. 2, ജലപ്രവാഹത്തിന് ചാല് വെട്ടിക്കൊടുക്കും. ഈ 2 കാര്യം വിശ്വസിക്കാവോ? ദൈവം തെരഞ്ഞെടുത്ത അവന്റെ ജനമാ ഞാൻ, അവന്റെ മകനാ ഞാൻ, അല്ലെങ്കിൽ അവന്റെ അഭിഷക്തനാ ഞാൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ അവന്റെ ജനമാണ് എങ്കിൽ എനിക്ക് വേണ്ടി ഇടിമിന്നലിന് പാതയും ജലപ്രവാഹത്തിന് ചാലും ഇന്ന് വെട്ടും കർത്താവ്. ഇടിമിന്നലിന് പാത നിനക്ക് വേണ്ടി ഇല്ലാത്ത ഇടിമിന്നലിനെ ഉണ്ടാക്കിച്ച് നിനക്ക് വേണ്ടി മഴ പെയ്യിപ്പിച്ച് നിന്റെ തരിശു ഭൂമിക്കകത്ത് ഇളം പുല്ലുകളെ കിളിപ്പിക്കാൻ എൻ്റെ ദൈവശക്തനാ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തേ. അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവരെല്ലാം ഒരു നിമിഷം ഈ വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. സോത്ര. ചില പുതിയ ആരംഭങ്ങൾ സോത്രം. അത് എപ്പോൾ എന്നാ ചിലർ ചോദിക്കുന്നേ. അതിപ്പോൾ, ഇന്ന് മുതൽ അത് സംഭവിക്കുക, ദൈവപ്രവൃത്തി ഉണ്ടാകുക. അർത്ഥന കടലമന അസ്തര കടവച്ചു ഉർഗനിയ ഹംദല റബൽ കൗഡിയ റബന സൈദക റജത്തി അന്തൽ റബനഘടകരഗതിയ. തന്റെ ജനത്തിന്, താൻ തെരഞ്ഞെടുത്ത ജനത്തിന് കുടിക്കണ. താൻ തെരഞ്ഞെടുത്ത ജനം വെള്ളം കിട്ടാതെ വരണ്ടു വീഴാൻ, കുഴഞ്ഞു വീഴാൻ, മരുഭൂമിയിൽ പട്ടുപോകാൻ
എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ വിശ്വസ്തനാ. അവൻ സ്വതന്ത്രം ഇടിമിന്നലിന് പാതയും ജലപ്രവാഹത്തിന് ചാലും വെട്ടിക്കൊടുക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ മരുഭൂമിക്കകത്ത് ഇളം പുല്ല്, ഷറാബിയം, പെറാസക്കത്തിനിയം, സെറാഫിയും, അക്കോസിയ, അന്ധലാസിയ, ഇളം പുല്ലുകൾ മുളപ്പിക്കുന്ന ദൈവമാ. നിന്റെ മരുഭൂമിക്കകത്തുനിന്ന് ഇതാ പുതിയത് ചിലത് ഉത്ഭവിക്കുന്നു. ചില പുതിയ നന്മകൾ ഉത്ഭവിക്കുന്നു. ചില പുതിയ ആരംഭങ്ങൾ ഉണ്ടാകുന്നു. റോഹിമ സിക്കോരിയൽ കനകടക, അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിന്റെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണപ്പ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ മോർണിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ആമേ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ കൃപ ഇവരോട് കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. വചനത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ ആഴത്തിൽ വെളിപ്പെടുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ഈ മാസം അവസാനത്തെ ആഴ്ച 7 ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥന ചർച്ചിലുണ്ട്. പ്രാർത്ഥന, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആ മീറ്റിങ്ങുകൾക്കകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത് കടന്നു വന്ന് സംബന്ധിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ കടന്നു വരിക. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആ ഉപവാസ പ്രാർത്ഥന ഏറ്റവും ബ്ലെസ്ഡ് ആകുവാൻ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ആമയൊക്കെ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.